ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പുറത്തു പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ട് നിൽക്കണം കേട്ടോ. ഞാൻ പിന്നെ പതിവ് പോലെ മാറ്റിക്കഴിഞ്ഞാൽ ഒരു ഫോട്ടോഷൂട്ട് അത് നിർബന്ധമാണല്ലോ. അങ്ങനെ എൻ്റെ വീഡിയോ കൊളാക്കാൻ വേണ്ടിയിട്ടാണ് ഒക്കെ വന്നിട്ടാ. ഇന്ന് നമ്മളൊരു ഫാമിലി ട്രിപ്പ് പോകാൻ കേട്ടോ, അതും ഊട്ടിക്ക്. അങ്ങനെ അവൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റാർട്ടാക്കിയതിന് ശേഷം നമ്മൾ ലഗേജ് ഒക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ട് കാറിക്ക് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടാക്കി. ഇരുന്നോട്ടെ. വീഡിയോഗ്രാഫർ, കോസ്റ്റ്യൂം. ഒരാൾ തെറ്റിപ്പോണേ. അല്ല ഗൈസ്, ഫെല്ല തെറ്റിപ്പോയി. ഫെല്ല കം, ഫെല്ല പ്ലീസ് കം. അങ്ങനെ അതൊക്കെ പാക്ക് ചെയ്തെടുത്തേക്കണതിൻ്റെ ഇടയ്ക്ക് ഫെല്ല എന്തിനോ തെറ്റിപ്പോണ്ടായിരുന്നു കേട്ടോ. എന്താ കാര്യം എന്ന് അവൾക്കും അറിയില്ല, ഞങ്ങൾക്കും അറിയില്ല. എന്തിനാ തെറ്റിയത്? ആരെ കാട്ടി? ആരാ? അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ലഗേജ് ഒക്കെ എടുത്തേക്കല് കഴിഞ്ഞിട്ടാ. ഫെല്ലക്ക് എന്തോ ഒരു തെറ്റിക്കണം. എന്തിനാ ഫെല്ല തെറ്റിയത്? ഞങ്ങൾ പോകണം ഗൈസ്, ഞങ്ങൾ പോകുന്നേ. അങ്ങനെ ബിസ്മിയും ചൊല്ലി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ്. നേരത്തെ പോകാൻ പ്ലാൻ ചെയ്തെങ്കിലും സമയത്തിന് ഇറങ്ങാൻ പറ്റിയില്ല എന്ന് തന്നെ പറയാം. ആൾക്കാർ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉമ്മ പഴം പൊരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വഴിയിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചിങ്ങനെ പോകുമ്പോഴത്തേനും ഫെല്ലമോൾക്ക് ഉറക്കം വന്നിട്ട് മൂപ്പരാൾ സൈഡായിട്ടുണ്ടായിരുന്നു. നമ്മൾ നല്ലപോലെ ഫുഡ് കഴിക്കാത്ത കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും. ഇപ്പോൾ പോണ വഴിയിലും ഓരോ ചായക്കട കാണുമ്പോഴും ഓരോ ജ്യൂസ് കട കാണുമ്പോഴും ഒക്കെ അവിടെ നിന്ന് ഓരോന്നും ഒക്കെ ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് നല്ല കടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ കുഞ്ഞു ഷോപ്പിൽ. നമ്മൾ ഇവിടുന്ന് തുടങ്ങിയ നുറുക്ക് തീറ്റയായിരുന്നു, അത് ഊട്ടി വരെ എത്തി. നല്ല അടിപൊളി നുറുക്കായിരുന്നു കേട്ടോ ഇവിടുത്തത്. ഫെല്ലമോൾക്ക് പാല് മതി എന്ന് പറഞ്ഞിട്ട് ആൾക്ക് പാലാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് എല്ലാവർക്കും നല്ല വിശപ്പായതുകൊണ്ട് നമ്മൾ അവിടുത്തെ എന്ത് ഫുഡാണോ ഉള്ളത് അത് പറഞ്ഞിട്ട് അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ ചായക്കുടിയും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മെല്ലെ നീങ്ങിട്ടോ. ഇനിയും ഒരുപാട് ദൂരം കേട്ടോ നമുക്ക് പോവാൻ വേണ്ടിയിട്ട്. എന്താണ് അത് തുറന്നാല് എന്താണ് ആരെ പിടിക്കാ? ഫെല്ലമോൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തുടങ്ങിയ തെറ്റില്ല, അത് ഇതുവരെ മാറിയിട്ടുണ്ടായിരുന്നില്ല. ഓരോന്നിന് പറഞ്ഞിട്ട് വാശി പിടിക്കലായിരുന്നു മൂപ്പരാട്ട പണി. ഇപ്പൊ തെറ്റിയത് ഞങ്ങളെ കയ്യടി ഒന്ന് നിർത്തിയേനായിരുന്നു കേട്ടോ. ചൂട് ചെറിയ ചൂടല്ലോ. കുട്ടിയുടെ പാലിച്ച് കുടിക്കാൻ നിലത്ത് വീഴും. കുട്ടിയുടെ പാലിനാ കുടിക്കണേ. ഇപ്പോഴും നമ്മൾ സ്ഥലം എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടുന്ന്. നമ്മൾ ഇവിടെ എത്തുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല കോടയുണ്ടായിരുന്നു. അവിടെ നല്ല ഉപ്പിലിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളത് കഴിച്ചിട്ട് അവിടുന്ന് വീണ്ടും പോന്നു. നല്ല തണുത്ത ക്ലൈമറ്റിൽ വണ്ടിയുമ്പോൾ പോകാൻ ഒരു പ്രത്യേക ഫീലല്ലേ. അടിപൊളിയായിരുന്നു കേട്ടോ ഈ ഒരു ബൈക്ക് റൈഡ്.
അവിടെ എത്താനായപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ 2-3 ജാക്കറ്റ് ഇട്ടിട്ടും തണുപ്പ് അത്യാവശ്യം ഉണ്ടായിരുന്നു. അതും കൂടാണ്ട് ഈ കാട്ടിൽ കൂടെ ഒക്കെ പോകുമ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. അതിന് മാത്രം ഊട്ടി എത്താനായപ്പോൾ ഒരു ഷോപ്പ് കണ്ടപ്പോൾ നമ്മൾ അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ടാ. കഴിച്ചോ? Yummy? Coba? ഈ ഷോപ്പിലത്തെ ദോശയും ചായയും മുട്ടപ്പൊറോട്ടയും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇതാ ഈ ചേച്ചിയും ആടെ ഒരു പാവായിരുന്നു, നല്ല സ്വഭാവമായിരുന്നു കേട്ടോ. നടന്നു പോയി ക്യാൻഡ്രസ് നടന്നു പോയി. ആരാ അങ്ങനെ നമ്മൾ ഊട്ടി എത്തിയിട്ടാണ്. നമ്മൾ റൂമൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലത്തും നല്ല അടിപൊളി വിഷ്വലായിരുന്നിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ എത്തുമ്പോഴത്തേനും നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 1:30-2 മണി ആ ഒരു സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. റൂമൊക്കെ കിട്ടുമെന്നുള്ളത് നല്ല പേടിയുണ്ടായിരുന്നു. ഭാഗ്യത്തിന് നമുക്ക് 2 റൂം പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടാ. ഷിബു മുന്നേ പോയിട്ടുണ്ടായിരുന്നു കാരണം. ഗായ്സ് ഞങ്ങളങ്ങനെ ഊട്ടി എത്തി. തണുപ്പൊന്നുമില്ല, പക്ഷെ അഭിനയിക്കണ്ടേ ഊട്ടിയിലല്ലേ? തണുപ്പില്ല ഗായ്സ്. ഞങ്ങളങ്ങനെ ഊട്ടി എത്തി. നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. നമ്മള് മൂന്നാറൊക്കെ ഞാൻ തണുപ്പുള്ളൂ, നല്ല തണുപ്പുണ്ട് രാത്രി. ഇപ്പൊ നമ്മൾ എത്തിയത് തന്നെ ലേറ്റ് ആയി. അപ്പൊ നല്ല തണുപ്പുണ്ട്. സംസാരിക്കുമ്പോ ഇങ്ങനെ എന്താ പറയാ, ചുണ്ട് എന്താ പറയാ, പല്ല് ബാക്കി വിശേഷങ്ങളൊക്കെ വരും വഴിയിൽ അറിയാം. വരും വഴി കോന്നിയൂർ സെന്ററിന് റൈറ്റ്.
നമുക്ക് കിട്ടിയ റിസോർട്ട് കുഴപ്പമില്ലാത്ത റിസൾട്ട് നല്ല റിസൾട്ട് ആയിരുന്നു. ഫുൾ A+ ആയിരുന്നു. നമുക്ക് റിസൾട്ട് ഫുൾ A+. ഫുൾ A+. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ സ്ട്രൈറ്റ് കഴിക്കാനാ മറ്റേ സാധനം കിട്ടും. ഉണ്ട് നമുക്ക് 3 മണി ആവാനായി. 3 മണി ആവാനായിട്ടാ ഫുള്ള് മാഗിയല്ലേ? മാഗി. ആ ഊട്ടി വന്നിട്ട് മാഗി കഴിക്കണം എന്ന് ഞാനൊരു വീഡിയോയില് കണ്ട്. വെറുതെ മാപ്പ് എടുത്തിട്ട് ഞാൻ ഗൂഗിളില്ല നോക്കിട്ട് സ്റ്റാർട്ട് വെച്ചതാ. ആ ചേച്ചിന്റെ ഫോട്ടോ എടുക്കാൻ വന്നില്ലേ മാപ്പില്. അതിലേക്ക് ഇട്ടിട്ടാണ് ഞാൻ ഇട്ടത്. അങ്ങനെ ലഗേജൊക്കെ റൂമിൽ വെച്ചതിന് ശേഷം നമ്മൾക്കൊന്ന് നടക്കാന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ടാണ്. പക്ഷെ നല്ല കാട്ടുപോത്തും പന്നിയൊക്കെ ഉള്ള കാരണം നമുക്ക് പേടിച്ചിട്ട് വേഗം റൂമിൽ തന്നെ പോയി. അപ്പം ഇനി നാളത്തെ വിശേഷങ്ങളായിട്ട് വരാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.